ക്ലാസ് 10th CBSEയുടെ പുതിയ സർക്കുലർ വന്നത് നിങ്ങൾ അറിഞ്ഞല്ലോ. നേരത്തെ ആണെങ്കിലും നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സെക്ഷൻ വൈസ് ആയിട്ടാണ് സയൻസിൻ്റെ എക്സാം എഴുതേണ്ടതെന്ന് അറിയാം. സിമിലർലി SS ആണെങ്കിലും 4 സെക്ഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ അതുപോലെ ലാസ്റ്റ് വൺ എക്കണോമിക്സ്. ഇങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ടാണ് എഴുതേണ്ടത്. ഇപ്പോൾ പുതിയ സർക്കുലറിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻ അടുത്ത സെക്ഷനിൽ എഴുതരുത്. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ അത് നമ്മൾ വാല്യൂ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി അവർ പറയുന്നത് ശരിയാണ്. കാരണം എന്താണെന്നറിയോ, ചില സയൻസിൻ്റെയൊക്കെ പേപ്പറൊക്കെ നമ്മൾ നോക്കുമ്പം ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ഒരു ടീച്ചറായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. ആ ടീച്ചർക്ക് ചിലപ്പോൾ ബയോളജി അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് വേറെ ടീച്ചറായിരിക്കും ബയോളജി നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ ബയോളജിക്കകത്ത് ഫിസിക്സ് എഴുതുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നോക്കിയെന്ന് വരില്ല. ഇപ്പോൾ സർക്കുലറിൽ അവർ പറയുന്നതും കൂടിയുണ്ട് അങ്ങനെയുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. മാത്രമല്ല ചില പിള്ളേർ ചെയ്യാറുള്ള സംഭവമാണ്, എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ബയോളജി എഴുതുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് കെമിസ്ട്രി എഴുതുക. അപ്പോൾ ഇനി അത് നോക്കില്ല എന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങൾ റീവാലുവേഷൻ അത് കൊണ്ട് കൊടുക്കുകയെന്ന് വിചാരിച്ചോ, ഇത് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ സെക്ഷൻ മാറി എഴുതിയത് കൊണ്ട് അതിന് മാർക്ക് കൊടുക്കണ്ട എന്നാണ് CBSEയുടെ പുതിയ സർക്കുലർ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. അടുത്ത പരീക്ഷ എഴുതുന്ന സമയത്ത് സെക്ഷൻ മാറി ആൻസേഴ്സ് സയൻസിനും SS-നും എഴുതരുത്. താങ്ക് യു.